ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിന്റെ ബേസ് സ്മാർട്ട് വേരിയന്റ് ആണ്. ഈ ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് CNGയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തിരുന്നു. 2026 മോഡൽ അപ്ഡേറ്റഡ് ടാറ്റ പഞ്ച് ബേസ് സ്മാർട്ട് വേരിയന്റിന്റെ വീഡിയോ നമുക്ക് കീയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ ഒരു ബേസ് വേരിയന്റിൽ ടാറ്റ കൊടുത്തിരിക്കുന്ന കീ ആണിത്. ലോക്ക്, അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനും പ്ലസ് ഫോളോ മീ ഹെഡ്ലാമ്പിന്റെ ഓപ്ഷനോടും കൂടിയ കീ ബേസ് വേരിയന്റിൽ തന്നെ ടാറ്റ കൊടുത്തിരിക്കുന്നു. അത് ഫ്ലിപ്പ് കീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരു നോർമൽ കീ. മറ്റ് പല മാനുഫാക്ചേഴ്സിന്റെയും ബേസ് വേരിയന്റിൽ ഈ ഒരു ടൈപ്പ് കീ വരുമ്പോൾ ടാറ്റ അതിൽ നിന്നൊരു ചേഞ്ച് ഈ പഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ടാറ്റയ്ക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. ഇനിയും വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബേസ് വേരിയന്റ് ആണ് എങ്കിലും ഒരു പ്യുവർ പ്ലസ് വേരിയന്റ് വരെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ബേസ് വേരിയന്റ് മേടിച്ചിട്ട് നിങ്ങളൊരു റൂഫ് റെയിൽസും വെച്ചു, നമ്മുടെ മിറേഴ്സും ഡോർ ഹാൻഡിൽസും ബോഡി കളറിലേക്ക് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ടോപ്പ് എൻഡിന് താഴെ നിൽക്കുന്ന വേരിയന്റിന്റെ ലുക്കിലേക്ക് ഈ വാഹനം കൺവേർട്ട് ആവും. അതായത് ബേസ് വേരിയന്റ് മേടിച്ചിട്ട് ആക്സസറീസ് ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതല്ല നിങ്ങൾ മാനുവൽ ആണ് നോക്കുന്നത് എങ്കിൽ പഞ്ചിന്റെ ബേസ് വേരിയന്റ് വാങ്ങിയാലും മതിയാകും. ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലുക്ക് എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സിൽവർ കളറുള്ള സ്കിഡ് പ്ലേറ്റ് അത് ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ സിമിലർ ലുക്കിൽ സിമിലർ ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിൽ കാണുന്ന ഈ ഒരു ടച്ച് പോലും, ഈ ഒരു സിൽവർ ടച്ച് പോലും നമുക്ക് എല്ലാ വേരിയന്റുകളിലും കാണാനായിട്ട് പറ്റും. 193 mm ആണ് ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇത് നമ്മളുടെ ടോപ്പിൽ 360 ക്യാമറ വരുന്ന ഒരു പോർഷനാണ്. അതിവിടെ എംറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഈ ഒരു ഗ്രില്ലിന്റെ പോർഷനിൽ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ എല്ലാ വേരിയന്റിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. അതിനോട് ചേർന്ന് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അത് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് പാർക്ക് ലൈറ്റ് കാണാം, അതും ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിൽ ഇതൊരു ഫുൾ LED ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ബേസ് വേരിയന്റ് തൊട്ട് LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നും ആക്സസറി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ബേസ് വേരിയന്റ് മതി അല്ലെങ്കിൽ മാനുവൽ മതിയെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് മേടിച്ച് ആക്സസറീസ് ചെയ്യാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഇതൊരു ബേസ് വേരിയന്റ് ആണെന്ന് ഫീൽ ചെയ്യും. കാര്യം അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ പ്യുവർ പ്ലസ് വേരിയന്റിൽ വരുന്ന വീൽ കപ്പുകൾ മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വേരിയന്റിന്റെ ലുക്കിലേക്ക് വരും. ഇനി ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് 185 70R15 ആണ്. അതൊരു ബ്ലാക്ക് കളർ വീൽസ് തന്നെ കൊടുത്തു. സാധാരണ വൈറ്റ് കളർ വീൽസ് ആണ് ബേസ് വേരിയന്റിൽ വരാറ്. ഇതിപ്പോൾ ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്ക് ടാറ്റയുടെ ഒരു ക്യാപ്പും വരുന്നുണ്ട്. വശങ്ങളിലെ ക്ലാഡിങ് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളിലും സിമിലർ ആണ്. നമുക്ക് മിറേഴ്സിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തി എന്നുള്ളതും ഒരു പ്ലസ് ആയിട്ട് പറയാം. സാധാരണ വാഹനങ്ങളിൽ ഫെൻഡേഴ്സിൽ വരാറുള്ളത് ടാറ്റ ഇപ്പോൾ മിറേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിററിന്റെ കളറും നമ്മളുടെ ഡോർ ഹാൻഡിൽസിന്റെ കളറും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തു. പിന്നെ B പില്ലറും C പില്ലറിന്റെ പോർഷനും എല്ലാം നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും രണ്ടും. അതല്ല ഈ ഒരു ലുക്കിൽ കൊണ്ട് നടക്കാനാണെങ്കിലും വലിയ തെറ്റൊന്നും പറയില്ല, എസ്പെഷ്യലി ഈ ഒരു ഗ്രേ കളർ വാഹനത്തിൽ. അപ്പോൾ ഒരു 2 വീൽ കപ്പുകളും കൂടി മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മിഡ് വേരിയന്റിന്റെ ലുക്കായി. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വരുന്നില്ല. ബാക്കിൽ ഹാൻഡിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഹാൻഡിനെ നമുക്ക് ഇതിനകത്ത് വിശ്വസിച്ച് ചെയ്യുന്ന സമയത്ത് ഷാർഫിൻ ഹാൻഡിനെയോ നോർമൽ ഹാൻഡിനെയോ അതിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡുമായിട്ട് വരുന്നൊരു ഡിഫറൻസ് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ റിഫ്ലക്ടേഴ്സ് ഒന്നും കൊടുത്ത് അലമ്പാക്കാണ്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് നമുക്ക് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LED ഒക്കെ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് വരുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു വേരിയന്റിൽ സ്പോയിലർ വരുന്നില്ല. സ്പോയിലർ നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് പുറത്തുനിന്ന് ചെയ്യാം. ഇപ്പോൾ യൂണിവേഴ്സൽ സ്പോയിലറൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ ലുക്കിലേക്ക് വരും. വശങ്ങളിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസുകളാണ്. വൈപ്പർ, വാഷർ, ഡിഫോഗർ സംഭവങ്ങളൊന്നും തന്നെ ബേസ് വേരിയന്റിൽ വരുന്നില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടാറ്റയുടെ ലോഗോ, പഞ്ചിന്റെ ബാഡ്ജിങ്, വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും വരുന്നില്ല. 2 പാർക്കിംഗ് സെൻസേഴ്സ്, സെന്റർ മൗണ്ടഡ് ആയിട്ട് നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം സിൽവർ ഫിനിഷിൽ തന്നെ സ്റ്റിപ്പ് പ്ലേറ്റ് കാണാം. ഒരു റിഫ്ലക്ടറും കോർണറിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 366 ലിറ്ററാണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. അത് CNG ആണെങ്കിൽ 210 ലിറ്റർ ആയിട്ട് കുറയും. കാരണം ബേസ് വേരിയന്റിൽ നമുക്ക് CNG അവൈലബിൾ ആണ്. വേറെ ബൂട്ട് ലൈറ്റോ സംഭവങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പാഴ്സൽ ട്രേ ഒന്നും വരുന്നില്ല. ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ ബെഞ്ച് ഫോൾഡിംഗ് ഉള്ള സീറ്റാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 60-40 സ്പ്ലിറ്റ് ഫോൾഡിങ്ങോ സംഭവങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇന്റീരിയറിലേക്ക് നോക്കുകയാണ് എങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളർ എന്ന് പറയാം, ഒരു ഗ്രീനിഷ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം, ആ ഒരു ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീനിഷ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കാണാം. 2 പവർ വിൻഡോസേ കൊടുത്തിട്ടുള്ളൂ. അത് ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ്. സീറ്റ് നല്ല നെക്സോണിലൊക്കെ കാണുന്ന കംഫർട്ടായിട്ടുള്ള സീറ്റുകൾ കൊടുത്തു, പക്ഷേ അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. മാനുവൽ വേരിയൻ്റ് ആണ്, ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഡ്രൈവ് മോഡുകൾ ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഒരു ഓപ്ഷനും കാണാം. AC വെൻസ് ചുറ്റും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തതൊരു ഭംഗിയാക്കിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ആ ഒരു സ്ക്രീൻ തന്നെയാണ്. കാരണം എല്ലാ ടാറ്റ വാഹനങ്ങളും നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു 7 ഇഞ്ചിന്റെ സ്ക്രീൻ തൊട്ട് മോഡലിലേക്കാണ്. അത് ഈ വാഹനത്തിൽ പക്ക നമുക്ക് മിസ്സിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. കാര്യം ഇതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്ത എല്ലാ പഞ്ചിലും നമുക്കൊരു സെൻട്രൽ സ്ക്രീൻ അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നും വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ ഒരു 20 രൂപ ബഡ്ജറ്റിൽ ഈസിലി നമുക്ക് റിവേഴ്സ് ക്യാമറ 4 സ്പീക്കറോട് കൂടിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സ്റ്റിയറിംഗ് വീല് എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ബാക്ക് ലൈറ്റഡ് ടാറ്റ ലോഗോയുടെ സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. 2 സ്പോക്കാണ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയൻറ്റിൽ തവണ പെടുത്തിയിട്ടുണ്ട്. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ പഴയ നെക്സോണിലൊക്കെ കണ്ട സെയിം ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ RPM മീറ്ററും ഫുള്ളി ഡിജിറ്റലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ലൈറ്റ് ഇൻഡിക്കേഷൻസും വരുന്നുണ്ട്. ട്രിപ്പ് ബൈ ട്രിപ്പ് ബി ബേസിക്കായിട്ട് ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. TPMS ഇതിൽ സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡുകളും വരുന്നുണ്ട്. നമുക്ക് സിറ്റി ഈക്കോ 2 ഡ്രൈവ് മോഡുകളാണ്. അത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് അതിനകത്ത് കാണാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ആ ഒരു സ്ക്രീൻ തന്നെയാണ് അവിടെ മിസ്സിങ്. താഴെ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. നടുക്ക് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ACയുടെ കൺട്രോൾസ് കാണാം. അതൊരു മാനുവൽ AC കൺട്രോൾസ് ആണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകളാണ്. താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടിയ വലിയ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽ വരുന്നില്ല. അത് ഫ്രണ്ടിലും ബാക്കിലും എന്തോ ടാറ്റ ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ സൺ വൈസേഴ്സിൽ മിറർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. മാനുവലി കൺട്രോൾ ചെയ്യേണ്ട IRVMs ആണ് വരുന്നത്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലെ സൺ വൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറും വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് വേറെ കൂൾഡ് ഫീച്ചറോ സംഭവങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ബേസ് വേരിയൻറ്റ് പാതി പഞ്ച് അതിനകത്ത് നിങ്ങൾ ആക്സസറീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലൊരു സെക്കൻഡ് കാറൊക്കെ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് പഞ്ചിൻ്റെ ഈ ഒരു ബേസ് വേരിയൻറ്റ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. 90 ഡിഗ്രിയിൽ തന്നെ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് നമുക്ക് ആ ഫ്രണ്ടിൽ കണ്ട സെയിം കളർ ടോണിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോ വരുന്നില്ല, നമ്മൾ നോർമൽ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിലേക്ക് AC വെൻസോ ചാർജിംഗ് ബോർഡോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. സെൻറ്റർ ഹെഡ് റെസ്റ്റ് വരുന്നില്ല, സെൻറ്റർ ആം റെസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റോ ഗ്രാബ് ഹാൻഡിലോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പഞ്ചിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ഗ്ലോബൽ എൻക്യാപ്പിലും 5 സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ സെഗ്മെന്റിൽ സേഫസ്റ്റ് കാർ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബേസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 6,60,000 രൂപയുടെ തന്നെ പ്രൈസ് വരുന്നത്, അല്ലെങ്കിൽ 7 ലക്ഷം രൂപ താഴെ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് സേഫസ്റ്റ് കോമ്പാക്ട് SUV അല്ലെങ്കിൽ മോസ്റ്റ് സേഫസ്റ്റ് കാർ എന്ന് നമുക്ക് ടാറ്റ പഞ്ചിനെ വിളിക്കാം. പിന്നെ ഇപ്പോൾ ബേസ് വേരിയന്റ് ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ബേസ് വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 6 എയർ ബാഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ ബേസ് വേരിയന്റ് നമുക്ക് 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനായിട്ട് വരുന്നത്. 88 HP ആണ് പവർ. അത് നമുക്ക് 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. ഡീസൻറ്റ് പവർഫുൾ ആണ്. സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ്. ഇതിൽ തന്നെ CNG അവൈലബിൾ ആണ്. അതിലേക്ക് പോകുമ്പോൾ നമുക്ക് 73 HP പവറും 103 Nm ടോർക്കുമാണ് ലഭിക്കുന്നത്. നമ്മൾ മറ്റ് വീഡിയോകളിലും പറഞ്ഞിരുന്നു, നിങ്ങൾ CNG ഓട്ടം കൂടുതലുള്ള ആളാണെങ്കിൽ CNG ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ പവർഫുൾ ആയിട്ട് ഓടിക്കുന്ന വേണം എന്ന സമയത്ത് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്രോളിൽ ഓടിക്കാനും പറ്റും.
ഈ വാഹനത്തിന്റെ പ്രൈസിലേക്ക് വന്നാൽ സ്മാർട്ട് വേരിയന്റ് ഇപ്പോൾ 6,60,000 രൂപ, അതായത് നിങ്ങൾ ഈ കാണുന്ന ബേസ് വേരിയന്റ് നിങ്ങൾക്ക് 6,60,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഒരു 40,000 രൂപയുടെ ആക്സസറീസ് ചെയ്താൽ കൂടെ 7 ലക്ഷം രൂപ ബഡ്ജറ്റിന് ഈ വാഹനം നിങ്ങൾക്കൊരു മിഡ് വേരിയന്റിന്റെ ലുക്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആക്സസറീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്റ്റീരിയറിൽ നിങ്ങൾക്ക് ഒരു വീൽ കപ്പ് മേടിക്കുക, റൂഫ് റെയിൽസ് മേടിച്ച് പിടിപ്പിക്കുക, ഒരു മിഡ് വേരിയന്റ് ലുക്കായി. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് സിസ്റ്റം, അതിൽ 360 ക്യാമറ വരെ ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റും. 30 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 4 സ്പീക്കർ, ഒരു 10 ഇഞ്ചിന്റെ സ്ക്രീന്, റിവേഴ്സ് ക്യാമറ അല്ലെങ്കിൽ 360 ക്യാമറയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. മറ്റ് അത്യാവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം ഇതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് CNG വരുന്നുണ്ട്. 7,90,000 രൂപയാണ് CNGയുടെ പ്രൈസ് വരുന്നത്. ഇനി സെക്കൻഡ് വേരിയന്റ് പ്യുവർ ആണ്. പ്യുവർ വേരിയന്റ് 7,62,200 രൂപ മാനുവലിനും, ഓട്ടോമാറ്റിക്കിന് CNGക്ക് 8,79,000 രൂപ. ഇനിയും നമുക്ക് ഈ പ്യുവർ പ്ലസ് വേരിയന്റ് തൊട്ടിട്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. CNGയിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുവർ പ്ലസ് വേരിയന്റിലാണ്. അപ്പോൾ പ്യുവർ പ്ലസ് മാനുവൽ ആണെങ്കിൽ 8,20,000, ഓട്ടോമാറ്റിക് ആണെങ്കിൽ 8,74,000 രൂപ. CNG ആണെങ്കിൽ 9,37 മാനുവലിനും 10 ലക്ഷം രൂപയ്ക്ക് CNG ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ലഭിക്കും. ഈ പ്യുവർ പ്ലസ് വേരിയന്റിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടാറ്റ വാഹനങ്ങൾക്ക് ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. ഈ വാഹനമൊക്കെ നിങ്ങൾക്കൊരു ആക്സസറീസ് ഉൾപ്പെടെ 1 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് നിങ്ങൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആക്സസറീസ് ഇല്ല, ഈ ഒരു കോലത്തിലാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഒരു 70,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയെങ്കിൽ ഈ ഒരു ബേസ് വേരിയന്റ് ഒക്കെ നിങ്ങൾക്ക് ഈസിലി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. പെർ ലാഖിന് 1,650 രൂപ വെച്ച് അടവ് വരുള്ളൂ. അപ്പോൾ ഒരു ബേസ് വേരിയന്റ് ഒക്കെ എടുക്കുകയാണ്, മിനിമം ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നത് എങ്കിൽ ഒരു 8,000 തൊട്ട് 8,500 രൂപയ്ക്കായിരിക്കും നിങ്ങളുടെ മന്ത്ലി EMI വരിക 7 കൊല്ലത്തേക്ക്. ഫോർ മോർ ഇൻഫോ ഞാൻ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനെങ്കിലും EV ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.